വെൽക്കം ഓൾ. അപ്പൊ നമ്മുടെ NOSലെ ഒക്ടോബർ ബാച്ചിന്റെ എക്സാമിങ് അടുത്തെത്തി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും റിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് റിവിഷൻ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുക. ലാസ്റ്റ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടില്ല, അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ NOS +2 സോഷ്യോളജിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനും അതുപോലെ അതിന്റെ ആൻസേഴ്സും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാലോ. യെസ്, NOS സോഷ്യോളജി നമ്മുടെ കോഡ് വരുന്നത് 331 ആണ് അല്ലെ, 331 ആണ്. സോ നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് which of the following is an element of difference between community and society? അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ റിവിഷനിലൂടെ പോയ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഈ പറയുന്ന ഏതോ ഒരു എലമെന്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിൽ ഡിഫറൻസ് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്? ഏതാണ്? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ, ലൈക്നെസ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണോ, അല്ലെങ്കിൽ സെന്റിമെന്റ് ഓഫ് വൺനെസ് ആണോ? അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കാണുന്നത് ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. വിച്ച് വൺ ഓഫ് ദി എലമെന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് society എന്നുള്ളതാണ്. The right answer is option C, definite locality. So the second question, which of the following is an important feature of urban society? അപ്പൊ നമ്മുടെ റൂറൽ സൊസൈറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അർബൻ സൊസൈറ്റിയെ കുറിച്ചിട്ടും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ അർബൻ സൊസൈറ്റി നഗരം അല്ലെ, നഗരങ്ങളെ കുറിച്ച് പഠിക്കും. ആ നഗരത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഏതാണ്? മാരേജ് ആണോ? നമ്മുടെ ഈ റൂറലിലായാലും അർബനിലായാലും നമുക്ക് മാരേജ് കാണാം, കിങ്ഷിപ്പും 2 സ്ഥലത്തും കാണാം. അനോണിമിറ്റി അവിടെ നോട്ട് ചെയ്യണേ, പിന്നെ പേഴ്സണാലിറ്റി. അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അനോണിമിറ്റി ആണ് അല്ലേ. അപ്പൊ നമ്മുടെ റൂറലില് കുറച്ചും കൂടി ആളുകളുമായിട്ട് അറ്റാച്ച് ആവും. പക്ഷെ അതേസമയം അർബനിലേക്ക് വരുമ്പോഴോ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അനോണിമിറ്റി. ക്ലിയർ? ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ദ സർവേ മെത്തേഡ് ഓഫ് സോഷ്യൽ റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. നമ്മൾ മെത്തേഡ്സുകളെ കുറിച്ച്, റിസർച്ച് മെത്തേഡ്സുകളെ കുറിച്ചിട്ടും ടെക്നിക്സുകളെ കുറിച്ചും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ സർവേ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, വൺ ഓഫ് ദി മെത്തേഡാണ്. അവിടെ നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ പറയുന്നുണ്ട് ഈ സർവേ മെത്തേഡില്? ഇവാലുവേറ്റ് ഉണ്ട്, പ്രിഡിക്റ്റീവ് ഉണ്ട്, എക്സ്പ്ലനേറ്ററി ഉണ്ട് ആൻഡ് ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് റൈറ്റ് ആൻസർ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. എല്ലാം ആൻസർ ആയിട്ട് വരുന്നതാണ്. ഇവാലുവേറ്റീവ് ഉണ്ട്, പ്രിഡിക്റ്റീവ് ഉണ്ട്, എക്സ്പ്ലനേറ്ററി ഉണ്ട്. ക്ലിയർ? ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, who started the first school for Dalit girls in Maharashtra? നമുക്ക് എന്തുണ്ട്? മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറും കൂടി ഉണ്ട് അല്ലെ, സ്റ്റേറ്റസ് ഓഫ് വുമൺ. അങ്ങനെ ഒരു പേപ്പറും കൂടി പഠിക്കാറുണ്ട്. അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് മഹാരാഷ്ട്രയില് ദളിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ പണിതത്? മഹർഷി കർവെയാണോ, ജ്യോതിബ ഫൂലെയാണോ, അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആണോ, അല്ലെങ്കിൽ പണ്ഡിത രമാബായി ആണോ? ആരാണ് ഈ പറയുന്ന ദളിത് ഗേൾസിന് വേണ്ടിയിട്ട് സ്കൂള് മഹാരാഷ്ട്രയിൽ പണിതിട്ടുള്ളത്? ദ റൈറ്റ് ആൻസർ ഈസ് ജ്യോതിബ ഫൂലെ. Then fifth question, name the reformer whose name is associated with the Child Marriage Restraint Act 1929. അപ്പൊ ഏതോ ഒരു റീഫോമറുടെ പേര് ഏത് ആക്ട് പ്രകാരമാണ്? ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻ ആക്ട് ഓഫ് 1929. ഈ ആക്ട് പ്രകാരം അതിലെ ഏതോ ഒരു വ്യക്തിയുടെ, ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ പേര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതാണ്? രാജാറാം മോഹൻ റായ് ആണോ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണോ, അല്ലെങ്കിൽ ഹർബിലാസ് സർദെ ആണോ, ദയാനന്ദ് സരസ്വതി ആണോ?
The right answer is Harbilas Sarda. Okay, Harbilas Sarda ആണ് right answer വരുന്നത്. And the sixth question, which of the following qualify as a social group? അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹ്യ സംഘങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് സാമൂഹ്യ സംഘത്തിന് ഉദാഹരണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എ, ഓഡിയൻസ് ക്ലാപ്പിംഗ് ആഫ്റ്റർ വാച്ചിങ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലേ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ കണ്ടതിന് ശേഷം ഓഡിയൻസ് എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? ക്ലാപ്പ് ചെയ്യാണ്. എ ക്രൗഡ് വിറ്റ്നസിങ് എ പ്രൊട്ടസ്റ്റ് റാലി പാസിംഗ് ബൈ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റാലി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മീറ്റിംഗ് എവറി വീക്ക് ഇൻ ദ കോളനി കോമൺ റൂം. എവിടെയാണ്? ഒരു കോമൺ റൂമില് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എല്ലാ വീക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കൂടിച്ചേരുന്നുണ്ട്. ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. ഓക്കെ. ആൻഡ് ദ ഓപ്ഷൻ ഡി, റാൻഡം പീപ്പിൾ അറ്റ് എ റെയിൽവേ പ്ലാറ്റ്ഫോം വെയിറ്റിംഗ് ഓൺ ബോർഡ്. അപ്പൊ കുറച്ച് റാൻഡം ആയിട്ടുള്ള ആളുകള് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഈ ഓപ്ഷൻസ് 4 വായിച്ചപ്പം ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് തോന്നുന്നത്? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മീറ്റിംഗ് എവറി വീക്ക് ഇൻ ദ കോളനി കോമൺ റൂം. ഒരു കൃത്യമായ ഒരു കോമൺ റൂമില് എല്ലാ ആഴ്ചയും അവരെന്ത് ചെയ്യുന്നുണ്ട്? കൂടിച്ചേരുന്നുണ്ട്. അതാണ് നമുക്ക് സാമൂഹ്യ സംഘത്തിന് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്ക്രൈബ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റേറ്റസ്? എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസും അച്ചീവ്ഡ് സ്റ്റേറ്റസും. എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്, അതുപോലെ എന്താണ് അച്ചീവ്ഡ് സ്റ്റേറ്റസും വിത്ത് എക്സാമ്പിൾ കേട്ടോ. അപ്പൊ അത്തരത്തില് നമുക്ക് 2 മാർക്കിനും 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് അറിയണം? എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്നും എന്താണ് അച്ചീവ്ഡ് സ്റ്റേറ്റസ് എന്നും, എന്താണ് ആരോപിത പദവിയും അതുപോലെ ആർജിത പദവിയും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിന്റെ ഉദാഹരണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ്, ആരോപിത പദവി എന്താണ്? അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ആണ്. ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ എന്താ? അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ഈസ് എ സോഷ്യൽ പൊസിഷൻ ദാറ്റ് someone is born into, assigned involuntarily. It is based on factors as birth, age, sex, race and family background. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഫാമിലിയിൽ ജനിക്കുകയാണ്. ആ ഫാമിലിയിൽ ജനിക്കുന്നതോടുകൂടി എനിക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് ജനിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പദവിയാണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്. അപ്പൊ നമ്മളെ ആ ഒരു പദവി എന്ന് പറയുന്നത് നമ്മൾ ഏത് ജാതിയിലാണ്, നമ്മുടെ സെക്സ് ഏതാണ്, നമ്മുടെ ജനനം മൂലം നമ്മുടെ റേസ് ഏതാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ജനനം മൂലം നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു പദവിയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആരോപിത പദവി. ഓക്കെ, നമ്മുടെ ബൈ ബർത്ത് മൂലം നമുക്ക് കിട്ടുന്ന പദവിയാണ് ആരോപിത പദവി അഥവാ അസ്ക്രൈബ്. ആരും ജനിക്കുന്നതോ സ്വമേധയാ നിയോഗിക്കപ്പെടുന്നതോ ആയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനത്തെ നമുക്ക് ആരോപിത പദവി എന്ന് പറയാം. ഇവിടെ ജനനം, പ്രായം, ലിംഗഭേദം, വംശം അല്ലെങ്കിൽ കുടുംബങ്ങളുടെ പശ്ചാത്തലം ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആരോപിത പദവി നിശ്ചയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ജനിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാസ്റ്റിലാണ്, ഇന്ന ജാതിയിലാണ്, ഇന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറയുന്ന ആ ഒരു പദവി ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് പറയാം? അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? അച്ചീവ്ഡ് സ്റ്റേറ്റസ്. അപ്പൊ എന്താ? നേടിയെടുക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വയം പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമില്ലേ, അതിനെ നമുക്ക് എന്ത് പറയാം? അച്ചീവ്ഡ് സ്റ്റേറ്റസ് അഥവാ നേടിയെടുക്കുന്ന ആർജിത പദവി എന്ന് പറയാം. Achieved status is a social position that an individual earn or select through their own effort. അല്ലെ, നമ്മുടേതായിട്ടുള്ള എഫേർട്ട് മൂലം, നമ്മുടെ സ്കില്ല്, നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്സ് ഇത് മൂലം നമുക്ക് നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ സ്വയം പ്രയത്നം, ആരും കൊണ്ട് തരുന്ന ഒന്നല്ല, നമ്മുടെ സ്വയം പ്രയത്നത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു സ്റ്റേറ്റസ് ആണ്
അച്ചീവ്ഡ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സ്വന്തം പരിശ്രമവും സ്വന്തം കഴിവും പരിശീലനവും കൊണ്ട് നേടിയെടുക്കുന്നത്. അപ്പൊ എന്താണ് രണ്ട് സ്റ്റേറ്റസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കണം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ്. ഫസ്റ്റ് വൺ, റേസ് ഓർ എത്നിസിറ്റി. നമ്മുടെ ബർത്ത് മൂലം നമ്മുടെ റേസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ എത്നിസിറ്റി ഏതാണ്, നമ്മുടെ വംശം ഏതാണ് എന്നുള്ളത് നമ്മുടെ ജനനം മൂലമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. ഒരു വ്യക്തി ഒരു പ്രത്യേകം വംശീയ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണ് ജനിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഒരു വ്യക്തി ജനനത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ജനന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലിംഗഭേദം, ജെൻഡർ തീരുമാനം ആകൂലേ. The sex an individual is assigned at birth. ജനന സമയത്ത് ഒരു വ്യക്തിക്ക് നിയുക്തമാക്കിയിരുന്നതാണ് ആ ലിംഗഭേദം എന്ന് പറയുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഏജ് ആണ്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം, ഏജ്. നമ്മളെ ജനനം മുതൽ പിന്നീട് അങ്ങോട്ടാണല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു വ്യക്തിയുടെ പ്രായ വിഭാഗം, കുട്ടി, കൗമാരക്കാര്, അല്ലെങ്കിൽ പ്രായമായിട്ട് വാർദ്ധക്യം, നമ്മൾ പറയൂല്ലേ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ചൈൽഡ്ഹുഡ്, പിന്നെ നമ്മൾ അഡോളസൻ പീരീഡിലേക്ക് പോകും, പിന്നെ ഓൾഡ് ഏജ് പോകും. ഇതൊക്കെ നമ്മൾ എന്ന് ജനിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾസ് ഓഫ് അച്ചീവ്ഡ് സ്റ്റേറ്റസ്. നമ്മൾ അച്ചീവ്ഡ് സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പൊ അച്ചീവ്ഡ് സ്റ്റേറ്റസിന് എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത് ഒക്യുപ്പേഷൻ ഓർ പ്രൊഫഷൻ, പിന്നെയോ എഡ്യൂക്കേഷൻ, മാരിറ്റൽ സ്റ്റേറ്റസ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ. ഇതൊക്കെ നമ്മുടെ സ്വന്തം പ്രയത്നം മൂലം നമ്മൾ നേടിയെടുക്കുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ തൊഴില്, നമുക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും, അതുപോലെ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു അഭിഭാഷകനാകണമെന്നുണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ആരെയും കൊണ്ട് തരുന്നൊന്നല്ല അല്ലേ. അപ്പൊ അത്തരത്തില് നമ്മൾ നേടിയെടുക്കുന്ന ഒരു പ്ലംബർ ആക്കാൻ കൃത്യമായിട്ട് ഒരു പരിശീലനം നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ കിട്ടുന്നതാണ് നമ്മുടെ ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസം, നമ്മളെല്ലാവരും ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ PG ഉണ്ട് എന്നൊക്കെ പറയില്ലേ, PhD എടുത്തു, അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയാം വൈവാഹിക നില, വിവാഹം കഴിച്ച് ജീവിത പങ്കാളിയാകുക എന്നുള്ളത് മറ്റൊരു സ്റ്റേറ്റസ് ആണ്. പിന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നുണ്ട്, അംഗീകാരങ്ങളുണ്ട്, ഒളിമ്പിക്സ് മെഡൽ നേടുക ചെറിയ കാര്യമാണോ? അല്ല, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇത്തരത്തിൽ വേണം നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതാനായിട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഏത് മാർക്കിനാണ്, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാൻ. 2 മാർക്കിനൊക്കെ കൊണ്ടിട്ട് ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ടൈമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. നമ്മുടെ ഒരു വീട്ടില് നമുക്കൊരു കൺട്രോളും ഇല്ല, നമ്മുടെ പാരന്റ്സ് നമ്മളൊരു കൺട്രോളും നിശ്ചയിച്ചിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും, ഒരു പരിധി വരെ അത് നല്ലതായിരിക്കാം, പക്ഷെ ഒരു വേറെ വശം കൂടി ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള സ്ഥിതിയാണെങ്കിലോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്തേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്തരത്തില് നമ്മുടെ സമൂഹത്തില് സാമൂഹ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളെ മെയിൻ ആയിട്ട് ഇൻഫോർമൽ എന്നും ഫോർമൽ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഉണ്ട്, ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഉണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. Social control refers to the mechanism a society used to encourage conformity its norms, rules, laws and discourage deviance. Okay, in between two main types, social control and the informal social control. So നമ്മുടെ social controlനെ formal social control എന്നും informal social control എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. Okay, അപ്പൊ ഔപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണവും അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണവും, ഇനി അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ ഗവൺമെന്റ്, പോലീസ്, കോടതികള്, സ്കൂള്, ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഔപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണത്തിന് വരില്ല.
ഇനി സോഷ്യൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ, ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ സഹപാഠികള്, പബ്ലിക് ഒപ്പീനിയൻ, ഇതൊക്കെ എവിടെ വരുന്നതാണ്? നമ്മുടെ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ പെടുന്നതാണ്. ഇനി ബേസിക് റൂൾസ്, അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പ്രസ്ലി റിട്ടൺ, അപ്പൊ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു റൂൾ ഉണ്ടായിരിക്കും, നിയമം ഉണ്ടായിരിക്കും. ആ നിയമങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ഇൻഫോർമൽ ആണെങ്കിലോ, അവിടെ അൺറിട്ടൺ ആണ്, എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ പാലിക്കണം എന്നുള്ളത്. അൺറിട്ടൺ ആണ്. കൾച്ചറലി എസ്റ്റാബ്ലിഷ് നോംസ്, കസ്റ്റംസ്, വാല്യൂ ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അപ്പൊ അവിടെ അൺറിട്ടൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആണ്, നിയമങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ക്യാരിഡ് ഔട്ട് ബൈ ഓതറൈസ്ഡ് ഏജന്റ്. അപ്പൊ കൃത്യമായുള്ള അതോറിറ്റി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കൺട്രോളുകളാണ് എന്ത്? ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ എന്നാൽ അതേസമയം ഇവിടേക്ക് വരുമ്പോഴോ, ഇൻഫോർമലിലേക്ക് വരുമ്പോഴോ, അവിടെ ഇൻഫോർമലി ആണ്, ക്യാരിഡ് ഔട്ട് ഇൻഫോർമലി, അനൗപചാരികമാണ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെയുണ്ട്, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. യെസ്. പിന്നെ സാങ്ഷൻ, ഫോർമൽ സാങ്ഷൻസ് ആണ്. അവിടെ നെഗറ്റീവ് ഫൈനുകൾ ഉണ്ടാവും. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇട്ടില്ല, ടൂ വീലറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടണം എന്നുള്ളത് നമുക്ക് എന്താണ്? ഒരു നിയമമാണ് അല്ലെ? വാഹനം ഓടിക്കുമ്പോൾ ഇന്ന റൂൾസുകളൊക്കെ പാലിക്കണം. പക്ഷെ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി? ഫൈൻ അടയ്ക്കേണ്ടി വരും അല്ലെ? ആ ഫൈന് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ്, തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു ഫോർമാലിറ്റി ബാക്കി കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇൻഫോർമലി വരുമ്പോൾ അവിടെ എന്താ? പ്രത്യേകിച്ച് ക്രിറ്റിസിസം, ഗോസിപ്പ്, അങ്ങനെ ഷെയിം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു 3-4 പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലോ എഗെയിൻസ്റ്റ് തെഫ്റ്റ് എന്നീ മോഷണത്തിന് മോഷ്ടിക്കാൻ പാടില്ല എന്നുള്ളത് എന്താണ്? മോഷ്ടിക്കരുത് എന്ന് പറയുന്ന ഒരു നിയമമാണല്ലേ? അപ്പോൾ അതുപോലെ പോലീസ് അറസ്റ്റ് ഉണ്ടായിരിക്കും, കോർട്ട് ട്രയൽസ് ഉണ്ടാവും, സ്കൂൾ എക്സ്പ്രഷൻ ഉണ്ടാവും, കോൺട്രാക്ട്, ലൈസൻസിങ് റിക്വയർമെന്റ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ലൈസൻസ് വേണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് തെറ്റിക്കുക, മോഷ്ടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തില് ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ ഇൻഫോർമലിലേക്ക് വരുമ്പോഴോ, പാരന്റൽ ഡിസപ്രൂവൽ, പിയർ പ്രഷർ, ഈ സമപ്രായക്കാർക്കിടയിലുള്ള ഒരു പ്രഷർ ഉണ്ട് അല്ലെ? അത്തരത്തിലുള്ള പ്രഷർ, ടീച്ചിങ് ഗിവിംഗ് പ്രൈസ്, എ കമ്മ്യൂണിറ്റി ഷണ്ണിങ് എ റൂളർ ബ്രേക്കർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്, സ്കോപ്പും എഫക്റ്റീവ്നെസ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ബോക്സ് പോലെയല്ല അല്ലെങ്കിൽ കോളം പോലെയല്ല നിങ്ങൾ എഴുതേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് എസ്സേക്കാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ടൈപ്പിൽ എന്താ കൃത്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷനും കണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് മെയിൻ പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വേണം എസ്സേയിലേക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. The 9th question is, one of the major problem faced by scheduled tribe is displacement. How does that affect the tribes? അപ്പൊ ഈ പറയുന്ന ട്രൈബ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലുള്ള ഒരു വൺ ഓഫ് ദി പ്രശ്നം മാത്രമാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുന്നുണ്ട്. അതായത് ട്രൈബ്സിനെ ചുറ്റിയിട്ട് ട്രൈബ്സിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും അവര് നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അവർക്ക് ഒരുപാട് മേജർ പ്രോബ്ലംസ് ചോദിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം മാത്രം തന്നിട്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാം. പല രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഡസ് ദാറ്റ് എഫക്ട് ദി ട്രൈബൽസ്? അപ്പൊ നമുക്ക് നോക്കാം. Displacement has profound and often devastating effects on scheduled tribes in India, impacting their economic, social, cultural and psychological well-being. അപ്പൊ ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും മാനസിക ക്ഷേമം ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ പട്ടികവർഗക്കാരെന്ന് പറയുന്നത് സ്ഥാനഭ്രമം, ഈ ഡിസ്പ്ലേസ്മെന്റ് വളരെ ആഴത്തിലും വേരൂന്നിയതുമായിട്ടുള്ള ഒന്നാണ്. അപ്പം പലപ്പോഴും ഈ ഇതെന്താ വലിയ രീതിയിൽ വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ നീളുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആൻസർ ആയിട്ട് എഴുതാനായിട്ട്. പിന്നെ അണക്കെട്ടുകള്, ഖനികള്, വ്യവസായ ഇടനാഴികൾ പോലുള്ള
പല തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങള്, വന്യജീവി സംരക്ഷണ ശ്രമങ്ങള്, ഇടയ്ക്കിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ ട്രൈബ്സ്, ഇപ്പൊ നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യുന്ന ട്രൈബ്സ് എവിടെയാണ് ജീവിക്കുന്നത്? കാടുകളിലാണ് അല്ലെ. അപ്പൊ അവർക്ക് എപ്പോ വേണമെങ്കിലും ആ ഒരു സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ അണക്കെട്ടുകള്, ഖനി വരിക, പുതിയ വ്യവസായ കേന്ദ്രങ്ങൾ വരിക, അല്ലെങ്കിൽ പുതിയ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലം തന്നെ അവർക്ക് ഇല്ലാണ്ടായി പോവാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അവർ നിർബന്ധിതമായിട്ട് ആ ഒരു സ്ഥലം മാറിക്കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ക്ലിയർ? അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ആദിവാസി സമൂഹങ്ങളില് സ്ഥാനഭ്രമത്തിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ ഇത്തരത്തിലുള്ളതാണ് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പോയിന്റും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് ലിവ്ലിഹുഡ് ഡിസ്ട്രപ്ഷൻ. അപ്പൊ ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ആണ് അല്ലെ. അപ്പൊ എന്ത് പറയുന്നുണ്ട്? സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ഉപജീവന മാർഗം തകരാം. അവർ അതുവരെ താമസിച്ചിരുന്ന ഒരു സ്ഥലം, അവര് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കണ്ടെത്തി ജീവിച്ചിരുന്ന ഈ ആദിവാസി വിഭാഗങ്ങള് പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യാണ്? മാറാൻ പറയുമ്പോൾ അതിലുള്ള പ്രയാസം ഉണ്ടായിരിക്കും. പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കും, അതൊരു ഉപജീവന മാർഗം പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് തന്നെ പോകും. ഓക്കെ. അപ്പം നാടുകടത്തല് ആദിവാസികളുടെ പരമ്പരാഗത കൃഷിക്കും അതുപോലെ വിഭവ ശേഖരണത്തിനും അടിസ്ഥാനപരമായുള്ള വനവും ഭൂമിയുമായുള്ള അവരുടെ ആഴത്തിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാലം അവിടെ നിന്ന് നമ്മളോടൊപ്പം ഒരുപാട് കാലമായി നമ്മളൊരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നു, നമ്മൾ അവിടെയുള്ള ആളുകളുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയി. പെട്ടെന്നൊരു നിമിഷത്തില് അവിടെ ഒരു വലിയൊരു ഫാക്ടറി വരുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയില്ലേ? അത് തന്നെയാണ് ഈ പറയുന്ന ആദിവാസികൾ. നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ ആദിവാസി വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഒന്ന്, ഉപജീവന മാർഗം നഷ്ടം. അവരുടെ ഉപജീവന മാർഗം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പോയിന്റ് എഴുതാം. പിന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും. ദരിദ്രരായിട്ട് മാറും, തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതും നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പം പാരമ്പര്യേതര ജോലികളൊക്കെ ഇല്ലാതാവുന്ന അവസ്ഥ, അവര് അപര്യാപ്തമായിട്ട് ജോലിയില്ല, ഫുഡില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ വരുന്നത് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ വൾനറബിലിറ്റി ആണ്. എന്താണ്? ഫെയിലിയർ ഓഫ് റീഹാബിലിറ്റേഷൻ, ലീഗൽ മാർജിനലൈസേഷൻ. ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ്? നിയമപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ദുർബലത. അപ്പൊ കൃത്യമായുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചുറ്റുകെട്ടുകളോ ഒക്കെ തന്നെ ഇവിടെ ദുർബലായിരിക്കും. ഇവരെ സേഫ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അവർക്ക് ഒരു വീട് പണിത് കൊടുക്കുക എന്നുള്ളത്, ഒരു പുനരധിവാസനം, അതെന്ത് ചെയ്യും? അവർക്ക് പരാജയപ്പെട്ടു, അതിൽ തകരുകയുണ്ടാവുക. ഓക്കെ. പിന്നെ നിയമപരമായുള്ള ഒരു പാർശ്വവൽക്കരണവും ഇവർക്ക് കൃത്യമായുള്ള ഒരു ഭൂമിയില്ല, ഉടമസ്ഥാവകാശം ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആര് നേരിടുന്നുണ്ട്? നമ്മുടെ ആദിവാസി വിഭാഗങ്ങള്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാൻ സാധിക്കാം. പിന്നെ ഒരു പോയിന്റ് കൂടി നോക്കാം, ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ ട്രോമ. നമ്മുടെ സൈക്കോളജിക്കൽ ട്രോമ അല്ലെ, നമ്മുടെ ആ ആരോഗ്യസ്ഥിതി നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ഥിതി എന്തായിരിക്കും? സൈക്കോളജിക്കലി നമുക്ക് പല ട്രോമ സ്റ്റേജിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് റിസ്കുകൾ, പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഈ കാടുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന കായ്ക്കനികളും മൃഗങ്ങളെ ഒക്കെ തന്നെ കഴിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് അവിടെ ലാക്കാണ്, തീരെ ഇല്ലാത്തൊരവസ്ഥ. പോഷകാഹാരം, ന്യൂട്രീഷന്റെ അഭാവം ഒക്കെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇവരെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി പാർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിൽ ഇടയാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് പറയാം. അപ്പൊ ആരോഗ്യസ്ഥിതിയെ ബാധിക്കാം, മാനസികമായുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് അപകട സാധ്യതകൾ നമുക്ക് ഈ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന് മൂലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട്. ഇതിനപ്പുറത്തേക്ക് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിച്ചിരിക്കണം. അതിന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ, ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഡിസ്കസ് ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി.
അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മുടെ ഫാമിലി, കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യോളജിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഫാമിലി. നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ചോദിച്ചത്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ് ഫാമിലി എന്ന് കുടുംബം എന്ന് പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സാമൂഹ്യ സ്ഥാപനങ്ങളിലെ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അതിനെ നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങോട്ട് എന്താണ്? പ്രൂവ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ? സ്പെസിഫിക് ഫീച്ചേഴ്സ്, അപ്പൊ അതിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ പോയിന്റ് വൈസോ അല്ലെങ്കിൽ എസ് എ പോലെയോ നിങ്ങൾക്ക് എഴുതാം. എത്ര മാർക്കിനാണ്, വീണ്ടും പറയുന്നു, എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ക്ലിയർ? നമുക്ക് നോക്കാലോ. ഫസ്റ്റ് പോയിന്റ് യൂണിവേഴ്സാലിറ്റി അല്ലേ, സാർവത്രികമായിട്ടുള്ള ഒന്നുള്ളതാണ്, എല്ലായിടങ്ങളിലും ഉണ്ട്. ദ ഫാമിലി ഈസ് സം ഫോം ന്യൂക്ലിയർ എക്സ്റ്റെന്റ്. ഫാമിലി ടൈപ്സും ചോദിക്കാം. അപ്പൊ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, അങ്ങനെ ജോയിന്റ് ഫാമിലി ഉണ്ട്. എന്താണ് ന്യൂക്ലിയർ ഫാമിലി? അത് നമുക്ക് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ അല്ലെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, അല്ലെങ്കിൽ അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം, അല്ലെങ്കിൽ അച്ഛനും മക്കളും അടങ്ങുന്ന, ഇതൊക്കെ ഫാമിലി തന്നെയാണ് അല്ലെ. അപ്പൊ അതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ 3 ജനറേഷൻ 3 or 4 ജനറേഷൻ ഒരുമിച്ച്, ഒരു ഗ്രാൻഡ് പാരൻസ്, അവരുടെ മക്കള്, പിന്നെ അവരുടെ, അപ്പൊ നമ്മുടെ ഒരു ഫാമിലി, എന്റെ പാരൻസ്, പിന്നെ ഈ അച്ഛന്റെ പാരൻസ്, അങ്ങനെ ഒരു 3 or 4 ജനറേഷൻ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയാം. ഇനി ജോയിന്റ് ഫാമിലിയോ? എന്താണ് കൂട്ടുകുടുംബം? കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ജനറേഷൻസ് ഉണ്ടാവും, പ്ലസ് നമ്മുടെ ഇപ്പോ ഒരു അച്ഛന്റെ ഒരു ഫാമിലി, അല്ലെങ്കിൽ അച്ഛന്റെ ഫാമിലി, അച്ഛന്റെ ബ്രദർ, അല്ലെങ്കിൽ അച്ഛന്റെ സിസ്റ്റർ, അവരുടെ ഫാമിലി, അങ്ങനെ അടങ്ങുന്ന ഒരുപാട് ആളുകൾ ചേർന്നാണ് ജോയിന്റ് ഫാമിലി. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇതിന്റെ സാർവത്രികത എന്ന് പറയുന്നത് ഇതിന്റെ ഫീച്ചർ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. ഇമോഷണൽ ബേസിസ് അല്ലെ, ഫാമിലികളുമായിട്ട് നമുക്ക് ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഫൗണ്ടഡ് ഓൺ ഇന്റൻസ് ഇമോഷണൽ ബോണ്ട് ലൈക്ക് ലവ്, അഫെക്ഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ടും. നമ്മുടെ ഫാമിലിയുമായിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഒരു അഫെക്ഷൻ, മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ലവ്. അപ്പം സെർവിങ് ആസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് വെൽബീയിങ്. അപ്പൊ ഒരു വൈകാരികമായിട്ടുള്ള അടിത്തറ ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. സാർവത്രികത എന്ന് പറയുന്നത് മറ്റൊരു സവിശേഷതയായിട്ട് പറയാം. പിന്നെയോ മേറ്റിംഗ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇവിടെ സോഷ്യലി അപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് ലൈക്ക് മാരേജ് ലെജിറ്റിമൈസ് ദ ഫാമിലി യൂണിറ്റ്സ് ക്രിയേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പൊ അവിടെ എന്താണ് ഈ പറയുന്ന വിവാഹ ബന്ധം എന്ന് പറയുന്ന മേറ്റിംഗ് റിലേഷൻഷിപ്പ്. അപ്പൊ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അംഗീകരിക്കപ്പെട്ടുള്ള ഒരു 2 ഫാമിലികൾ ചേർന്നിട്ട് ഒന്നാവുകയാണ് അല്ലെ. അപ്പൊ ഒരു വിവാഹ മാതൃകയിലൂടെ, ഒരു അംഗീകരിക്കപ്പെട്ട ബന്ധത്തിലൂടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പിന്നെയോ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവിടെ ബയോളജിക്കൽ കണ്ടിന്യൂറ്റി ഓഫ് സൊസൈറ്റി ബൈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ആൻഡ് റെഗുലേറ്റിംഗ് സെക്ഷുവൽ ആക്ടിവിറ്റി ആൻഡ് പ്രൊവൈഡിങ് സ്റ്റേബിൾ എൻവയോൺമെന്റ് ഫോർ പ്രൊക്രിയേഷൻ ആൻഡ് ചൈൽഡ് റിയറിംഗ്. അപ്പൊ അവിടെ ഈ ലൈംഗിക പ്രവർത്തനങ്ങള് സ്ഥാപനവൽക്കരിക്കുന്നതിനും അതുപോലെ അത് നിയന്ത്രിക്കുന്നതിനും പ്രത്യുൽപാദനം, കുട്ടികളെ വളർത്താൻ, കുട്ടികളെ പ്രത്യുൽപാദിക്കാൻ, അങ്ങനെ അവരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ, ഇതൊക്കെ തന്നെ നമ്മുടെ ഫാമിലിയുടെ ഒരു കടമയാണ്, ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്തൊരു ഫീച്ചർ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെയോ പ്രൈമറി സോഷ്യലൈസേഷൻ. നമ്മള് സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, ഏത് രീതിയിലാണ് ആളുകളോട് പെരുമാറുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. നമ്മുടെ ഫാമിലിയിൽ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, പാരന്റ്സിൽ നിന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ കണ്ടു പഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു, അതനുസരിച്ചായിരിക്കും നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ആളുകളോട്. അപ്പൊ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈറ്റൽ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അവിടെ ഫണ്ടമെന്റൽ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, വാല്യൂസ് പഠിക്കുന്നുണ്ട്, നോംസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ റോൾസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. സോ ദാറ്റ്സ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചർ. അപ്പൊ ഇത്രയും ഫീച്ചർ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഫീച്ചർ നമ്മൾ പാഠഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്.
ക്ലിയർ ആണേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പൊ നമ്മൾ സോഷ്യൽ കൺട്രോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ പർപ്പസ് എന്തായിരിക്കും അതിന്റെ ഒരു ഉദ്ദേശം? ചോദ്യം വന്നിട്ടുണ്ട്. സോഷ്യൽ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സോഷ്യൽ കൺട്രോൾ, ദ മെയിൻ ഗോൾ ഓഫ് സോഷ്യൽ കൺട്രോൾ ആർ ദ മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ, സ്റ്റെബിലിറ്റി ആൻഡ് കൊഹഷൻ ഇൻ എ സൊസൈറ്റി. അപ്പൊ ഒരു സമൂഹത്തില് കൃത്യമായിട്ട് ഒരു സ്ഥിരത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സമൂഹത്തില് സാമൂഹ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ ആണേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. അപ്പൊ കുറച്ച് പോയിന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻഷുർ കൺഫോമിറ്റി, മെയിൻറ്റെയിൻ പ്രഡിക്റ്റബിലിറ്റി, ഡിസ്കറേജ് ഡീവിയൻസ്. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് അനുരൂപത ഉറപ്പാക്കുന്നുണ്ട് അല്ലെ? വ്യക്തികളും നമ്മുടെ ഗ്രൂപ്പുകളും സമൂഹത്തില് ഒരു സ്ഥാപിത മാനദണ്ഡങ്ങൾ, കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും, കൃത്യമായുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും, മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പാലിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതമാ. ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമങ്ങളല്ല, എല്ലാവർക്കും ഉള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാലിച്ചു പോവേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രവചിക്കാവുന്നത് നിലനിർത്തുക. അപ്പൊ ഇവിടെ സ്വീകാര്യമായുള്ള പരിധിക്കുള്ളിൽ നമ്മൾ പെരുമാറ്റം നയിച്ചുകൊണ്ട് സാമൂഹ്യ ഇടപാടുകൾ വിശ്വസനീയവും ക്രമീകൃതമായിട്ട് മാറ്റുന്നുണ്ട്. മെയിൻറ്റെയിൻ പ്രഡിക്റ്റബിലിറ്റി അല്ലെ? അപ്പൊ നമ്മുടെ ബിഹേവിയർ എന്താണോ അത് സമൂഹത്തിലേക്ക് വരുമ്പം ചിലപ്പോൾ അത് സമൂഹത്തിന് മോശമായിട്ടോ അല്ലെങ്കിൽ ദോഷമായിട്ടൊക്കെ മാറാം. അപ്പൊ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ആ രീതിയിലേക്ക് നമ്മൾ മാറാനായിട്ട് മാറും അല്ലെ? അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൽ നമ്മൾ പുറത്തു കടക്കും. പിന്നെ വ്യതിചലനം നിരുത്സാഹപ്പെടുത്തുക. ഇവിടെ എന്താ പറയുന്നത്? മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന പെരുമാറ്റം തടയുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ? പിന്നെ ഫോസ്റ്റർ സോളിഡാരിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്യാം. പ്രിസർവ് സോഷ്യൽ സിസ്റ്റം എന്നുള്ള ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ഐക്യദാർഢ്യം വളർത്തുക. അപ്പൊ ഇവിടെ സാമൂഹ്യ ബന്ധങ്ങളുടെയും കൂട്ടാനുള്ള ഒരു ബോധം, എല്ലാവരുമായിട്ടൊരു സ്വത്വബോധം എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുത്തുന്ന ഒരു മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഒരു പർപ്പസ് ആണ്, ഉദ്ദേശമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കും. പിന്നെ വരുന്നത് സാമൂഹ്യ വ്യവസ്ഥ സംരക്ഷിക്കാം. നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടതും സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. അവിടെ കാലങ്ങളുടെയും തലമുറകളുടെയും സാമൂഹ്യ വ്യവസ്ഥയുടെ തുടർച്ചയും ഘടനയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പോയിന്റ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ കൺട്രോൾ ഈസ് എക്സൈസ് ത്രൂ 2 പ്രൈമറി ഫോംസ്. 2 ഫോംസ് ഉണ്ട്. ഇൻഫോർമൽ കൺട്രോളും അതുപോലെ തന്നെ ഫോർമൽ കൺട്രോളും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അവിടെ അൺഒഫീഷ്യൽ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, അത് കൂടുതൽ പറയുന്നില്ല. അൺഒഫീഷ്യൽ ആണ്, അൺറിട്ടൺ റൂൾസ് ആണ്, പിയർ പ്രഷർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, സോഷ്യൽ ഡിസപ്രൂവൽ തുടങ്ങിയതിലൊക്കെ അതിൽ എക്സാമ്പിൾ ആയിട്ട് വരാം. ഫോർമൽ എന്ന് പറയുമ്പോൾ അവിടെ ഒഫീഷ്യൽ ആണ്, കൃത്യമായ റൂൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ലോ ആൻഡ് റെഗുലേഷൻ ഉണ്ട്, പോലീസ് ഉണ്ട്, കോർട്ട് ഉണ്ട്, ഫോർമൽ സാങ്ഷൻ ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ദി സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ മോഡേൺ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ ഇവിടെ എന്താണ്? ഇന്ത്യൻ ഹിസ്റ്ററിയുടെ, ഇന്ത്യൻ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അതിൽ സ്ത്രീകളുടെ പ്രാധാന്യം, അവരുടെ പദവി എന്തായിരുന്നു അല്ലെ? നമ്മുടെ സ്റ്റേറ്റസ് ഓഫ് വുമണിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് സ്ത്രീകളുടെ പദവി? ഏത് സമയത്ത്? മോഡേൺ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആധുനിക കാലഘട്ടത്തില് സ്ത്രീകളുടെ പദവി എന്തായിരുന്നു? ചോദ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. മോഡേൺ പീരീഡും വേദിക് പീരീഡും ഒക്കെ തന്നെ, മിഡീവൽ പീരീഡും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. The modern era in India has significant changes in the status and role of women. അപ്പം ഈ ഒരു മോഡേൺ എറയില് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, ഒരു പ്രാധാന്യമേറിയിട്ടുള്ള ഒരു സ്ഥാനം തന്നെയായിരുന്നു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. Colonial rule introduced new dynamic with influence women's life. Social reforms movements such as Brahma Samaj and Arya Samaj advocate for women's right. അപ്പൊ ഈ ഒരു കൊളോണിയൽ ഭരണകാലഘട്ടത്തില് സ്ത്രീകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു പുതിയ ചലനാത്മകത അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ വരികയാണ്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രഹ്മസമാജം അതുപോലെ ആര്യ സമാജം തുടങ്ങിയിട്ടുള്ള ഒരു പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക്
സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് പേരുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഏതാണ്? ബ്രഹ്മസമാജവും അതുപോലെ തന്നെ ആര്യ സമാജവും. ഓക്കെ ആണേ? പിന്നെയോ ഇന്ത്യൻ റിനൈസൻസ് ഇനീഷ്യേറ്റഡ് ഡിസ്കഷൻ ഓൺ വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇമാൻസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ നവോത്ഥാനം, അല്ലെ? നവോത്ഥാനം എന്ന് പറയുന്ന നവോത്ഥാന നായകർ ഒരുപാട് പേരുണ്ട്. ഇന്ത്യൻ നവോത്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വിമോചനത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു പീരീഡാണ് ഈ ഒരു മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ സതി, ശൈശവ വിവാഹം പോലെയുള്ള ആചാരങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയ് പ്രചാരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പഠിക്കണം. ആരൊക്കെയാണ്? രാജാറാം മോഹൻ റോയ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? സതി, ശൈശവ വിവാഹം പോലെയുള്ള ആചാരങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. പിന്നെ 19ാം നൂറ്റാണ്ടിൽ എന്ത് നടന്നു? സ്ത്രീ സംഘടനകളുടെയും പരിഷ്കർത്താക്കളുടെയും ആവിർഭാവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു 19th സെഞ്ചുറി എത്തിയപ്പോഴേക്കും സ്ത്രീകൾക്ക് കുറച്ചും കൂടി മുന്നേറണം, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരണം എന്നുള്ള ഉദ്ദേശത്തില് സ്ത്രീ സംഘടനകള് വുമൻസ് ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ ഒരു 19th സെഞ്ചുറിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദ ഫ്രീഡം സ്ട്രഗിൾ പ്രൊവൈഡഡ് ഓപ്പർച്യൂണിറ്റി ഫോർ വുമൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ലൈഫ്. അപ്പം ഫ്രീഡം സ്ട്രഗിൾ നമുക്കറിയാം, അല്ലേ? അപ്പൊ അവിടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് പൊതുജീവിതത്തിൽ പങ്കാളികളാവാൻ അവസരം ഒരുക്കി. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊതുജീവിതത്തിൽ പങ്കാളികളാവാൻ സ്ത്രീകൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗാന്ധിജിയുടെ പ്രസ്ഥാനം, ദേശീയ വിമോചനത്തിൽ സ്ത്രീകളുടെ പങ്ക്, സ്ത്രീകൾ എത്രത്തോളം പ്രാധാന്യമേറിയതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൽ, ദേശീയ വിമോചനത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ സ്വാതന്ത്ര്യാനന്തരം നിയമനിർമ്മാണത്തിലൂടെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ആൻസർ എഴുതാനായിട്ട്. ഗാന്ധീസ് മൂവ്മെന്റിലും അതുപോലെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ആ രീതിയിൽ വേണം ഈ ഒരു ആൻസർ എഴുതാനായിട്ട്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 13th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ജെൻഡർ ഇക്വാലിറ്റി. യെസ്, മെയിൻ കോൺസെപ്റ്റ് ആണ്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണുന്നുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, how can it achieved in the family? Give relevant example. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് എഴുതാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 ക്വസ്റ്റ്യൻ കാണാം. എക്സ്പ്ലെയിൻ ജെൻഡർ ഇക്വാലിറ്റി, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി, ഇതിപ്പോ എങ്ങനെയാണ് ഫാമിലിയിൽ അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ ഗിവ് റെലവന്റ് എക്സാമ്പിൾസ്, അതിന് കൃത്യമായിട്ട് കുറച്ച് എക്സാമ്പിൾ, ഉദാഹരണങ്ങൾ എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി എന്താന്ന് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ എഴുതി പോകും, അല്ലെ? അപ്പൊ അങ്ങനെ ആവരുത്. നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഇതിന് ആൻസർ എഴുതാം. ഓക്കെ, ആ രീതിയിലേക്ക് പോകണം. നോക്കാം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റി ഈസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് where all individuals have equal access to right. എല്ലാവർക്കും എന്താണ്? ഈക്വൽ റൈറ്റ് ആണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്, റിസോഴ്സസ് regardless of their gender. It aims to eliminate discrimination and ensure everyone is valued equally. അപ്പൊ നിയമത്തിന് മുന്നിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും തുല്യമാവുന്ന, അല്ലെ? അപ്പൊ വീടുകളിലൊക്കെ തന്നെ നീ സ്ത്രീയല്ലേ, നീ പെൺകുട്ടിയല്ലേ, അവിടെ അടങ്ങിയിരിക്കേ, അവ ആൺകുട്ടിയല്ലേ, അവൻ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പല വീടുകളിലും കേൾക്കാറുണ്ട്, അല്ലെ? ഒരുപാട് മാറിയിട്ടുണ്ട്, എന്നാലും മാറാത്ത ഒരുപാട് വീടുകളുണ്ട്. അപ്പൊ ലിംഗസമത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന മനുഷ്യാവകാശമാണ്. അവിടെ എല്ലാ വ്യക്തികൾക്കും ലിംഗഭേദമില്ലാതെ അവകാശങ്ങളും അവസരങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കും തുല്യ മൂല്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഇത് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യം ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്നതിൽ നിങ്ങൾ ഇതുപോലെ എഴുതിയേക്കാം. പിന്നെയോ അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ദ ഫാമിലി റിക്വയർ ഇന്റൻഷനലി ഡിസ്മാൻഡ്ലിംഗ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് ഫോസ്റ്ററിംഗ് ആൻ ഇക്വിറ്റബിൾ എൻവയോൺമെന്റ്. അപ്പൊ ഇത്തരത്തില് ഈ ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെയാ അപ്പൊ വീടുകളിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരിക?
അതിന് കൃത്യമായ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഈക്വൽ ഷെയറിംഗ് ഓഫ് ഈക്വൽ പെയ്ഡ് വർക്ക്. അപ്പൊ ഒരേ ജോലി ഒരു സ്ത്രീയും ഒരു പുരുഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവാണോ കൊടുക്കേണ്ടത്? ഒരിക്കലല്ല. ഈക്വൽ വർക്കിന് ഈക്വൽ ഷെയറിങ്, ഈക്വൽ സാലറി കൊടുക്കണം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓൾ ഹൗസ് ഹോൾഡ് ചോർ, കുക്കിംഗ്, ക്ലീനിങ്, ചൈൽഡ് വെയർ ബേസ്ഡ് അവൈലബിലിറ്റി ടു നോട്ട് ജെൻഡർ. അപ്പൊ അവിടെ എല്ലാം എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ വേതനം ഇല്ലാതെ ജോലിയുടെ തുല്യ പങ്കില്ല. അപ്പൊ ഇവിടെ നമ്മുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ്, ഈ പറയുന്ന അമ്മമാര് വീട്ടിൽ പണിയെടുക്കുക, അച്ഛന്മാര് മാറി നിൽക്കുക എന്നുള്ള സ്ഥിതിയില്ലേ, അത് മാറണം. അവിടെ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല അടുക്കള എന്ന് പറയുന്നത്, അതിന് മാറ്റങ്ങൾ വരണം. അപ്പൊ വീടുകളിൽ നിന്ന് തന്നെ മാറിക്കഴിഞ്ഞാലേ നമ്മുടെ മക്കളും അത് കണ്ടിട്ട് അതുപോലെ എന്ത് ചെയ്യുള്ളൂ, ഭാവി തലമുറകളിലും മാറുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ വീട്ടു ജോലികളും പാചകം, വൃത്തിയാക്കല്, ശിശു സംരക്ഷണം എന്നിവ ലിംഗഭേദമില്ലാതെ ലഭ്യമാക്കണം. അത് ഫാമിലിയിൽ തന്നെ പഠിച്ചു വരേണ്ടതായിട്ടൊന്നാണ്. പിന്നെ ലിംഗഭേദ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക. ലിംഗഭേദമില്ലാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങള്, കരിയറ്, കളിപ്പാട്ടങ്ങള് ഇതൊക്കെ തുടരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഒരു പെൺകുട്ടി കാണുമ്പം ഈ ഒരു ടോയ് അല്ലെങ്കിൽ ഈ ഡോളാണ് എപ്പോഴും ചൂസ് ചെയ്യുക. ഒരു ആൺകുട്ടിയാണെങ്കിലോ പെട്ടെന്ന് ഒരു കാറോ അല്ലെങ്കിൽ ഈ കളിപ്പാട്ടം, അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളിലേക്കൊക്കെ പോവുക അല്ലെ. പക്ഷെ അത് മാറണം. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡോൾ മാത്രമേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാവകളെ മാത്രം ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. അല്ലെങ്കിൽ ആൺകുട്ടി ഒരു കാറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീപ്പോ മാത്രം ചൂസ് ചെയ്യാൻ പാടുന്നില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പം ഈ കുട്ടികൾ, ആൺകുട്ടികളെ കൊണ്ട് നീനം പാചകം പഠിപ്പിക്കണം, മകളെ എഞ്ചിനീയറിംഗിൽ പിന്തുണയ്ക്കണം. അപ്പോൾ പുരുഷന്മാർ, ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റിവെക്കണം. ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്. ഓൾ അഡൾട്ട് പാർട്ട്നേഴ്സ് ജോയിൻ മാനേജ് ഫിനാൻസ് ആൻഡ് മേക്ക് മേജർ ഹൗസ് ഹോൾഡ് ഡിസിഷൻ. അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് പുരുഷന്മാര് തീരുമാനിക്കട്ടെ, നിങ്ങൾ സ്ത്രീകൾ മാറുന്നേ, അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് എല്ലാവരും പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനിച്ചെടുക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഓക്കെ, പിന്നെ പോസിറ്റീവ് റോൾ മോഡലിംഗ്. അപ്പൊ അവിടെ പാരന്റ്സ് മോഡൽ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട്. അപ്പൊ പാരന്റ്സ് തമ്മിൽ എന്താ, ഒരു മ്യൂച്വൽ സപ്പോർട്ട് വേണം അല്ലെ, റെസ്പെക്ട് വേണം. എൻകറേജ് ഓൾ ഫാമിലി മെമ്പേഴ്സ് ടു എക്സ്പ്രസ് ഇമോഷൻസ് ഫ്രീലി, പ്രൊമോട്ടിംഗ് നർച്ചറിംഗ് ബിഹേവിയർ ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ. അപ്പൊ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റോൾ മോഡൽ ആയിട്ട് നമ്മൾ മാറണം. മാതാപിതാക്കള് പരസ്പര ബഹുമാനവും പിന്തുണയും മാതൃകയാക്കുന്ന ഒരാളുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഫാമിലിയില് പിന്നെ അവരുടെ മക്കളും അത് കണ്ടു അതുപോലെ തന്നെ അനുകരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള ജനറേഷൻസ് എല്ലാം ഈ രീതിയിൽ തന്നെ പോകും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് ജെൻഡർ ഇക്വാലിറ്റി പഠിച്ചു തുടങ്ങേണ്ടത്. അതിനിടമാവേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്ലിയർ? അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എക്സ്ട്രാ നിങ്ങൾക്കും കുറച്ചും കൂടി പോയിന്റുകളൊക്കെ എഴുതാം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ എക്സാമിന് നിങ്ങൾ എക്സാം ആൻസർ എഴുതുമ്പോൾ എപ്പോഴും മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഒരു 2 മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന അത്രയും പോയിന്റ്സ് മാത്രം, അത്ര വേർഡ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതേസമയം ഒരു എസ്സേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി പോയിന്റ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. സോ നമ്മുടെ എക്സാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യനും ആൻസറും എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കും. ഇനിയും ഒരുപാട് റിവിഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.